ആരെങ്കിലും കാമിലായ വുളു എടുത്ത് ഒരൊഴിഞ്ഞ സ്ഥലത്ത് വന്ന് പ്രത്യേകം നിയ്യത്ത് കരുതി 100 തവണ ഈ ഇസ്മിനെ ഉരുവിടുകയും അവന്റെ ഉദ്ദേശങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അതിനുശേഷം പ്രത്യേകം പറഞ്ഞ് ദുആ ചെയ്യുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ മഹത്തായ അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മുണ്ട്. ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വിവാഹപ്രായമെത്തി വിവാഹം നടക്കാതെ പ്രയാസപ്പെടുന്ന പെൺമക്കളുടെയോ സഹോദരിമാരെയൊക്കെ കെട്ടിച്ചയക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടതയനുഭവിക്കുന്നവർ കുളിച്ചു പൂർണ്ണ ശുദ്ധി വരുത്തിയ ശേഷം കാമിലായ വുളു ചെയ്ത് ഹാജത്തിന്റെ 2 റക്അത്ത് നിസ്കരിച്ച് സുന്നത്ത് നിസ്കരിച്ച് ഈ ഇസ്മിനെ 100 തവണ ഓതുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വൈവാഹിക വിഷയങ്ങളിൽ വലിയ ഫത്ഹ് ചെയ്തു നൽകുമെന്ന് മഹാന്മാർ പറഞ്ഞതായിട്ട് കാണാം. ഈ നാമം പതിവായി ഉരുവിടുന്നവനിലേക്ക് ഇതിന്റെ ഖാദിം ഇറങ്ങി വന്ന് അവന്റെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു പരിചയപ്പെടുത്തിയ ആ മഹത്തായ അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട രൂപത്തിൽ തന്നെ ചെയ്യണമെന്ന് തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വിഷയത്തിൽ അസ്മാഉൽ ഹുസ്നയിലെ ആ പവിത്രമായ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അസ്മാഉൽ ഹുസ്നയിലെ വിവിധങ്ങളായ ഇസ്മുകളെ കുറിച്ച് നിരവധി തവണ നിരവധി വീഡിയോസുകളിലായി നമ്മൾ പറയുകയും അതിന്റെ അമലുകളൊക്കെ നിങ്ങളിൽ ഒരുപാട് ആളുകൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രസിദ്ധമായ വളരെ മഹത്വമേറിയ ഒരു ഇസ്മുണ്ട്, നമുക്കൊക്കെ അറിയാം. ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ. ലത്തീഫ് എന്നല്ല, തോ ആണ് അതിന്റെ അക്ഷരം വരുന്നത്. അതുകൊണ്ട് തന്നെ അക്ഷരം വളരെ ശ്രദ്ധയോടുകൂടി ഉച്ചരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ലത്തീഫ് 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 എന്ന് ആ തോ തന്നെ ഉച്ചരിക്കണം. തോ 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 തൊയ് അങ്ങനെ തന്നെ ഉച്ചരിക്കണം. ലത്തീഫ് എന്ന് പറയണം. അപ്പോ യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ആ യാ കൂട്ടിയിട്ട് വിളിക്കുന്ന ആ ഒരു ഇസ്മ. അപ്പോ അൽ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മിന്റെ അർത്ഥം തന്നെ സൂക്ഷ്മ ദൃഷ്ടിയുള്ളവൻ, മൃദുവായി വർത്തിക്കുന്നവൻ എന്നൊക്കെയാണ് ഈ ഒരു പദത്തിന്റെ അർത്ഥം വരുന്നത്. പ്രവർത്തികളിൽ കനിവും ജ്ഞാനങ്ങളിൽ സൂക്ഷ്മ ദൃഷ്ടിയും സമ്മേളിച്ചവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം സൂക്ഷ്മശാലിയാണ്. എല്ലാ കാര്യങ്ങളെയും വേണ്ട രൂപത്തിൽ ആസൂത്രണം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവന് സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യുന്നവനാണ്. തീവ്രതയുടെയും കാഠിന്യത്തിന്റെയും ശൈലി ഒഴിവാക്കി വിനയത്തിന്റെയും സൗമ്യതയുടെയും ഒരു സ്വഭാവമാണ് നമുക്കുണ്ടാകേണ്ടത് എന്ന് ഈ നാമം നമ്മെ വിളിച്ചോതുന്നുണ്ട്. നമ്മളെപ്പോഴും ഗൗരവമുള്ള ചില പ്രയോഗങ്ങളും ഗൗരവമുള്ള സ്വഭാവ പ്രകൃതിയൊക്കെ മാറ്റിയിട്ട് മൃദുലതയുടെയും സൗമ്യതയുടെയും വിനയത്തിന്റെയും ഒരു സ്വഭാവമാണ് നമുക്കുണ്ടാവേണ്ടത് എന്ന് ഈ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ നമ്മെ വിളിച്ചോതുന്നുണ്ട്, നമ്മെ അറിയിക്കുന്നുണ്ട്. അതങ്ങനെ തന്നെയാണ്. നമ്മോട് പലരും ഇഷ്ടപ്പെടണമെങ്കിൽ ഏവരും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് മറ്റുള്ളവർ നമ്മെ ഇഷ്ടപ്പെടണം എന്നുള്ളതല്ലേ. ആരാ അതാഗ്രഹിക്കാത്തത്? എല്ലാവരും തന്നെ ഇഷ്ടപ്പെടണം, തന്നിലേക്ക് അടുക്കണം, തന്നോടെല്ലാ വിഷയങ്ങളും സംസാരിക്കണം, വളരെ സ്നേഹത്തോടുകൂടി പെരുമാറണം എന്ന് ഇഷ്ടപ്പെടാത്ത ആഗ്രഹിക്കാത്ത ഒരാളുണ്ടാവില്ല. പക്ഷേ നമ്മെ ഒരാൾ ഇഷ്ടപ്പെടുന്നതും നമ്മോട് ഒരാൾ അടുക്കുന്നതും നമ്മോട് ബന്ധം സ്ഥാപിക്കുന്നതും നമ്മുടെ സ്വഭാവത്തിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ്. ഇപ്പൊ ഈ എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, സ്വഭാവം ദോഷമായതിന്റെ പേരിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിക്കുന്നതിന്റെ പേരിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ കളിയാക്കുന്നതിന്റെ പേരിൽ, നമ്മളെ വേദനപ്പെടുത്തിയതിന്റെ പേരിൽ, അതൊരു വാക്കുകൊണ്ടാണെങ്കിലും നമ്മൾ എത്ര ആളുകളോട് ബന്ധം വിച്ഛേദിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് എത്ര ആളുകളോട് വെറുപ്പുണ്ടായിട്ടുണ്ട് അത്തരം കാരണം കൊണ്ട്. അപ്പൊ നമ്മളത് മനസ്സിലാക്കണ്ടേ. ഇതേ ഒരു സിറ്റുവേഷൻ നമ്മെക്കുറിച്ചും മറ്റുള്ളവർക്കുണ്ടായേക്കാം. നമ്മള് വിനയത്തോടുകൂടെ പെരുമാറാതെ എന്തെങ്കിലും ഒരു കാര്യമായ വിഷയം നമ്മോട് പറയാൻ വേണ്ടി വന്നപ്പോ നമ്മൾ ഷൗട്ട് ചെയ്തതിന്റെ പേരില്, നമ്മൾ അവരുടെ മനസ്സ് വേദനപ്പെടുത്തിയതിന്റെ പേരില് നമ്മോട് കൂടുതൽ അടുക്കാതെ അകന്നു നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട്. അത് നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ്, നമ്മുടെ പെരുമാറ്റ ദൂഷ്യം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളോട്, സൃഷ്ടാവായ യജമാനനായ റബ്ബ് വളരെ മൃദുലതയോടുകൂടെയും സൂക്ഷ്മതയോടുകൂടെയും പെരുമാറുന്നവനും അങ്ങേയറ്റത്തെ ലാളിത്യം മൃദുലതയുള്ളവനുമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അപ്പൊ അങ്ങനത്തെ ഒരു ഉത്കൃഷ്ട സ്വഭാവമാണ് സാധുക്കളായ നാമും നമ്മുടെ ജീവിതത്തിൽ കൈകൊള്ളേണ്ടത്. അതുവഴി നമ്മിലേക്ക് ഒരുപാട് ആളുകൾ ആകർഷിക്കും. അങ്ങനെ നമുക്ക് ദീനിന്റെ വിഷയങ്ങളൊക്കെ അവരിലേക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അൽ-ലത്തീഫ് എന്ന ആ ഒരു വിശുദ്ധ നാമത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. യാ ലത്തീഫ് യാ അല്ലാഹ്. ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ ഇൻഷാ അല്ലാഹ് അതിന്റെ അദദ് എത്രയാണെന്ന് കൃത്യമായി നമ്മൾ പറയും, അതിന്റെ പ്രയോഗങ്ങൾ പറയും. ഈ ഇസ്മിന്റെ മഹത്വം അപാരവും അതിന്റെ പ്രയോജനങ്ങൾ വളരെ പ്രസിദ്ധവുമാണ്. മഹാന്മാരാകുന്ന ഔലിയാക്കൾ പലരും ഇതിന്റെ ഫലങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ നിരവധി തവണ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, ഇതിങ്ങനെ സ്ഥിരമായി ഉരുവിട്ടുകൊണ്ടേയിരുന്നാൽ ആപൽ ഘട്ടങ്ങളിലെല്ലാം വലിയ ആശ്വാസം നൽകുമെന്നുള്ളതാണ്. അവന്റെ ആത്മാവിലോ ശരീരത്തിലോ ബാധിച്ച എല്ലാ വിപത്തുകളും ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയം നീങ്ങിപ്പോകുമെന്നുള്ളതാണ്. വേദനകൾ ശമിക്കും, ദുരിതങ്ങളിൽ നിന്ന് വലിയ മോചനം ലഭിക്കും. രോഗികൾക്കും അക്രമകാരികളായ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന നമ്മുടെ സീനിയോറിറ്റി പദവികളിലൊക്കെ ഇരിക്കുന്ന ഭരണാധികാരികള്, ഉദ്യോഗസ്ഥന്മാര്, ഇവരുടെയൊക്കെ കീഴില് ശ്വാസം മുട്ടി കഴിയുന്നവർക്കും വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ അത്തരം ആളുകൾക്ക് ഒക്കെ അവരുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇസ്മിനെ പതിവാക്കിയാൽ അത് വളരെ പ്രയോജനപ്രദമാണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഈ ഒരു ഇസ്മിനെ കുറിച്ചുള്ള നിരവധി അമലുകളുണ്ട്, ഒരുപാട് അമലുകൾ നമുക്കറിയാം. അപ്പോ നമ്മൾ പലതും ഇതിന്റെ ഇടയ്ക്കൊക്കെ പറഞ്ഞ പല അമലുകളുണ്ട്. ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സാലിഹ് എന്ന പേരുള്ള ആളുകൾ, ഈ സാലിഹ് എന്ന പേരുള്ള ആളുകള് ഈ ഒരു ഈ നാമം ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഫലം ചെയ്യുമെന്നൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോ അസ്മാഉൽ ഹുസ്നയിലെ പവിത്രമായ യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ ആരെങ്കിലും യാ എന്നുള്ള ആ നിദാഇന്റെ ഹർഫ് എന്ന് പറഞ്ഞാൽ വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം ആണ് യാ എന്നുള്ളത്. ആ യാ എന്നുള്ള അക്ഷരം കൂട്ടിയിട്ട് നമ്മളത് വിളിക്കുമ്പോൾ അത് വെള്ളിയാഴ്ച രാവിലെ 4000 പ്രാവശ്യം ഉരുവിട്ടുകൊണ്ടിരുന്നാൽ അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവന്റെ ആവശ്യങ്ങൾ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും. അല്ലാഹു അവന്റെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു അമൽ മനസ്സിലായല്ലോ. വെള്ളിയാഴ്ച രാവിലെ 4000 തവണ യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് പറഞ്ഞ് പ്രത്യേകം ആ മുറാദ് അല്ലാഹുവിനോട് പറഞ്ഞ് ദുആ ചെയ്താൽ അല്ലാഹു അത് പൂർത്തീകരിച്ചു കൊടുക്കും. തന്റെ കഷ്ടപ്പെടുന്ന പെൺമക്കളുടെയോ സഹോദരിമാരൊക്കെയുള്ള ആളുകളെ കെട്ടിച്ചയക്കാന്, മക്കളെ കെട്ടിച്ചയക്കാന്, കുടുംബങ്ങളിലുള്ള മറ്റുള്ളവരൊക്കെ കെട്ടിച്ചയക്കാന് നിവൃത്തിയില്ലാതെ കഷ്ടത അനുഭവിക്കുന്നവര്, വിവാഹം ശരിയാകാതെ പ്രയാസപ്പെടുന്നവര്, വന്നു മുടങ്ങിക്കൊണ്ടിരിക്കുന്നവര്, ഇങ്ങനെ വൈവാഹിക വിഷയങ്ങളിലുള്ള വിവാഹത്തിലേക്ക് ഒരിക്കലും പ്രവേശിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവര്, കഷ്ടത അനുഭവിക്കുന്നവര് കുളിച്ച് പൂർണ്ണ ശുദ്ധി വരുത്തിയ ശേഷം കാമിലായ വുളു എടുത്ത് ഹാജത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരവും നിർവഹിച്ച ശേഷം ഈ ഇസ്മിനെ 100 തവണ ഓതുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആവശ്യം നിറവേറി കൊടുക്കും എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ വളരെ നല്ല നിയ്യത്തോടുകൂടെ നമ്മുടെ കുടുംബങ്ങളിൽ ആരുടെയെങ്കിലൊക്കെ വിവാഹം ശരിയാകാത്ത എത്രയോ ആളുകൾ നമ്മോട് പരാതി വന്ന് പറയാറുണ്ട്. ഇവിടെ നേരിട്ട് വന്ന അത്തരം ആളുകൾ നമ്മോട് വിഷയങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ഈ അമല് ഞാൻ ഇവിടെ വരുമ്പോൾ പല വിഷയങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട്. അതോടുകൂടെ തന്നെ ഇത്തരം അമലുകൾ നിങ്ങൾ ചെയ്യുക, നല്ല റിസൾട്ട് ജീവിതത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് എപ്പോഴും പറയാറുള്ളത് പോലെ അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിക്കുക. അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി ശ്രമിക്കുക. പലരും ഇവിടെ വന്നപ്പോൾ നമ്മളോട് പറഞ്ഞത്, ഉസ്താദ് ഞാൻ അസ്മാഉൽ ഹുസ്ന
ഹാലിസിന്റെ റിയാദ് ഉസ്താദ് പറഞ്ഞതുപോലെ നോമ്പെടുത്ത് വീട്ടിയിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ ഇസ്മുകൾ എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാനും ഖൈറുണ്ടാവാനും സന്തോഷം ഉണ്ടാവാനും ഈ കഷ്ടതകൾ മാറിക്കിട്ടാനും വേണ്ടി ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചവരൊക്കെ ഉണ്ട്. അല്ലാഹു അവർക്ക് അവർ ചെയ്യുന്ന അമലുകൾക്ക് അനുസൃതമായ ഫലങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വല്ല അക്രമിയെയും വല്ലവരും നമ്മളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ വഴിയുമായി ബന്ധപ്പെട്ട്, മറ്റുള്ളവരുടെ കാരണമായിട്ട് നമ്മെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ശത്രുക്കൾ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ കടം കൊടുത്ത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭീഷണിപ്പെടുത്തി പല രൂപത്തിൽ നമ്മളെ ശത്രുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതു പ്രയാസങ്ങൾക്കും ഈ നാമം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. 16,641 പ്രാവശ്യം ചൊല്ലുക. ഈ 16,641 തവണ ചൊല്ലുന്നതിന്റെ ഇടക്ക് സംസാരങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ടാണ് ചൊല്ലേണ്ടത്. സംസാരിച്ചു കഴിഞ്ഞാൽ ആദ്യം മുതൽ തുടങ്ങണമെന്നുള്ളതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യ ഘട്ടങ്ങളിലുള്ള സംസാരങ്ങളൊക്കെ ഇതിന് ഒഴിവാണ്. പെട്ടെന്ന് നമ്മുടെ ചെറിയ കുട്ടി വീഴാൻ വേണ്ടി പോവാണ്, അപ്പൊ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുന്നത് അല്ലെ, അവരെ വിളിക്കുന്നത്, അവളെ വിളിക്കുന്നത്, അവനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ അർജന്റ് കാര്യങ്ങൾക്ക് വേണ്ടി മറുപടി കൊടുക്കുന്നത്, ഇത്തരം വിഷയങ്ങൾ മാറ്റിവെച്ചിട്ടുള്ള ഭൗതികമായ സംസാരങ്ങൾ, വെറുതെയുള്ള സംസാരങ്ങൾ, ഇത്തരം സംസാരങ്ങളൊക്കെ ഇടയിൽ മാറ്റിവെച്ചിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടെ 16,641 തവണ ഈ ഇസ്മിനെ ഉരുവിട്ട് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്ന വലിയ പ്രതിഫലം, അവന്റെ ആ കാര്യങ്ങൾ അല്ലാഹു ആ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ആ പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കും. ആ ശത്രുവിന്റെ മുമ്പിൽ അല്ലാഹു അവന് വലിയ വിജയം നൽകും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യാ ലത്തീഫ് എന്നുള്ള ഇസ്മ നമ്മൾ നമ്മുടെ മജ്ലിസിൽ വെച്ചിട്ട് പ്രത്യേകം 129 തവണ ചൊല്ലാറുള്ളതാണ്. യാ ലത്തീഫിന്റെ അദദ് 129 ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. വേദനകളുള്ളവര്, ശരീരത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ വേദനകളുള്ളവര്, അതേപോലെ തന്നെ ആ വേദനകൾ ശമിക്കാൻ വേണ്ടിയിട്ട് ഹലാലായ ഉദ്ദേശങ്ങൾ സഫലമാവാൻ വേണ്ടി, പൂർത്തീകരിക്കാൻ വേണ്ടി, അതിനൊക്കെ വേണ്ടിയിട്ട് പൂർണ്ണമായ വുളൂ ചെയ്ത് ഹാജത്തിന്റെ 2 റക്അത്ത് നിസ്കരിച്ച ശേഷം ഖിബിലക്ക് അഭിമുഖമായി ഇരുന്ന് 16,641 തവണ ഇത് ചൊല്ലുക. അതിനുശേഷം അവന് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ വിഷയങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങളിൽ സലാമത്ത് നൽകട്ടെ. അപ്പൊ രോഗങ്ങളൊക്കെ, വലിയ വലിയ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര്, അറ്റാക്ക് സംഭവിച്ചവര്, കിഡ്നി ഫെയിലായവര്, ഇതൊക്കെ ഒരു സുപ്രഭാതത്തിലായിരിക്കും അത്തരം വിഷയങ്ങളൊക്കെ അറിയുന്നുണ്ടാവുക അല്ലെ. എന്തെങ്കിലും ഒരു പനി വന്നിട്ടോ, അല്ലെങ്കിൽ ഒരു തലവേദന വന്നിട്ടോ, എന്തെങ്കിലും ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഒരു ചെക്കിങ് നടത്തുകയും ആ ചെക്കിങ്ങിന്റെ റിസൾട്ട് കിട്ടിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് കിഡ്നി ഫെയിലായിട്ട് ഇനി 10% മാത്രമേ പ്രവർത്തനക്ഷമതയുള്ളൂ എന്നറിയുന്നത് അപ്പോഴാണ്. അതിന്റെ മുമ്പ് ഒരു സിംറ്റംസും നമ്മുടെ ശരീരം ഒരടയാളവും കാണിച്ചിട്ട് പോലുമില്ല. നേരെ മറിച്ച് ക്യാൻസറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പലരും അറിയുന്നത് അത് 4th സ്റ്റേജ് എത്തിയതിന്റെ ശേഷമാണ്. അതിന്റെ മുമ്പ് ഒരാളും അത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ചു മുമ്പ് ഒരു ട്രെയിൻ യാത്ര നടത്തിക്കൊണ്ടിരിക്കെ ആ ട്രെയിൻ യാത്രയിലെ 4 ചെറുപ്പക്കാർ അവര് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്ന സമയത്ത് അവര് പ്രത്യേകം നമ്മളോട് വന്ന് ഒരു ദുആ വസിയത്ത് നടത്തിയിരുന്നു. അവരുടെ പ്രിയപ്പെട്ട പിതാവ് വിദേശത്തായിരുന്നു, നല്ല ആരോഗ്യ ദൃഢഗാഠനായ യുവാവായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു ചെറിയ ശരീരത്തിന് എന്തോ ഒരു അസ്വസ്ഥത വന്ന കാരണം നാട്ടിലേക്ക് വന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് ക്യാൻസർ അതിന്റെ 4th സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത്. അതിന്റെ മുമ്പ് ശരീരം ഒരടയാളവും പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ പല രോഗങ്ങളും തിരിച്ചറിയുന്നത് അതതിന്റെ മൂർധന്യ ദശയിൽ എത്തിയതിന്റെ ശേഷമാണ്. അവര് മരണപ്പെട്ടു പോയി. വളരെ പെട്ടെന്ന് 6 മാസത്തിനുള്ളിൽ അവരുടെ പിതാവ് മരണപ്പെട്ടു എന്ന ആ വളരെ വേദനയോടുകൂടെയാണ് അവർ സംസാരിക്കുന്ന സമയത്ത് അവരുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊരു പിതാവും ആ ഒരു സമയത്ത് മരണപ്പെട്ടു പോകരുത് എന്ന്, അല്ലെങ്കിൽ മരണപ്പെടുമെന്ന് പ്രതീക്ഷിക്കാത്തൊരു സമയത്ത്, കാര്യമായ രോഗങ്ങളില്ല, കാര്യങ്ങൾ
കാലികമായ ബുദ്ധിമുട്ടില്ല, കണ്ടാൽ നല്ല ആരോഗ്യമുള്ള ശരീരം, അങ്ങനെയുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു രോഗം ഐഡന്റിഫൈ ചെയ്യുകയും പിന്നെ കീമോ ചെയ്ത് ശരീരം ശോഷിച്ചു പോവുകയും പിന്നെ പെട്ടെന്ന് മരണത്തിന് ഉത്തരം നൽകി അള്ളാഹുവിലേക്ക് യാത്രയാവുകയും ചെയ്ത ആ സംഭവം പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹു അവരുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ രോഗങ്ങളുള്ളവർക്കൊക്കെ ഇൻഷാ അള്ളാഹ് ഈ ഒരു യാ ലത്തീഫ് എന്ന് പറയുന്നത് പെട്ടെന്നൊക്കെ ഇത് അറിയുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് 16,641 നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് എന്തെങ്കിലും പെട്ടെന്നൊരു വളരെ വേദനപ്പെടുത്തുന്ന ഒരു വിഷയം അറിയുമ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചൊല്ലാൻ കഴിയും. നമ്മൾ ചിലപ്പോൾ ICUവിൻ്റെ തൊട്ട് ഇരിക്കുന്നുണ്ടാവുക, ഉറക്കം ഇളച്ച് നിൽക്കുന്നതായിരിക്കും. നമ്മുടെ വേണ്ടപ്പെട്ടവർ അവരെ ഒരു ചെറിയ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ മാത്രം കാണാൻ പറ്റുന്നൊരവസ്ഥയിൽ വേദനയോടുകൂടെ നിൽക്കുന്ന സമയത്ത് നേർക്കൊന്ന് ശ്വാസം വിടാൻ പോലും കഴിയാത്ത ആ പ്രയാസകരമാകുന്ന അവസ്ഥയിൽ റബ്ബിലേക്ക് മുൻനിർത്തി ചെയ്യാൻ പറ്റുന്ന വളരെ പവിത്രമേറിയ ഒരു അമലാണ് 16,641 തവണ ഈ ഒരു ഇസ്മിനെ ഉരുവിട്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യാം. ചില സന്ദർഭങ്ങളിലൊക്കെ ഡോക്ടേഴ്സ് ഒന്ന് പറയാറില്ലേ, ഞങ്ങളുടെ കയ്യിൽ നിന്നും പോയിട്ടുണ്ട്, ഇനി ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല, നിങ്ങൾ വിളിച്ചു പറയേണ്ടവരോടൊക്കെ പറഞ്ഞോ, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് നമ്മെ കേൾപ്പിക്കാറില്ല. ആ സമയത്തൊക്കെ നമുക്കിത് ഉപയോഗപ്പെടുത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഫലം നമുക്കിതിലൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് യാ ലത്തീഫുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഏത് വിഷയത്തിലും നമുക്കൊരു ലുത്ഫ് ലഭിക്കാൻ, ഒരു മൃദുലത ലഭിക്കാൻ, ഒരു റാഹത്ത് ലഭിക്കാൻ, സന്തോഷം ലഭിക്കാൻ, എന്തിലും ഒരു സമാധാനം ലഭിക്കാൻ ഈ ഇസ്മ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മള് ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞെരുക്കവും തിടുക്കവും ഒക്കെ ആകുന്ന സമയത്ത് അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ 16,641 തവണ നേരത്തെ ചൊല്ലാൻ പറഞ്ഞില്ലേ, അങ്ങനെ 16,641 തവണ 9 ദിവസം കൊണ്ട് ചൊല്ലി തീർക്കുക. അങ്ങനെ 9 ദിവസം കൊണ്ട് 16,641 തവണ ചൊല്ലി തീർത്തിട്ട് ശേഷം അല്ലാഹു ലത്തീഫുൻ ബിഇബാദിഹി വഹുവൽ ഖവിയ്യുൽ അസീസ്, അല്ലാഹു ലത്തീഫുൻ ബിഇബാദിഹി വഹുവൽ ഖവിയ്യുൽ അസീസ് എന്ന് പറഞ്ഞ് ദുആ ചെയ്യാം. അത് എത്ര തവണ ചൊല്ലണം? 129 തവണ ചൊല്ലണം. മനസ്സിലായില്ല? അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞെരുക്കങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവൻക്ക് സലാമത്ത് നൽകും എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ 4000 തവണ ഇത് ഓതുന്നതിന്റെ മഹത്വം. അപ്പോ ഈ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ പ്രധാനമായും 4 വിഷയങ്ങളിൽ വലിയ ബറക്കത്തുണ്ടാവാൻ കാരണമാകും. ഭക്ഷണത്തില് നമുക്ക് വിശാലത ലഭിക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ, അക്രമികളുടെ ദൃഷ്ടിയിൽ നിന്നും മറയാൻ, തടവുകാരുടെ മോചനം ലഭിക്കാൻ, ജയിലിലൊക്കെ അകപ്പെട്ട എത്രയോ ആളുകളുണ്ട്, അവരുടെയൊക്കെ ആ ജയിലിലകപ്പെട്ടവരിലൊക്കെ മോചനം ലഭിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഇസ്മിനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ 4 പ്രധാന വിഷയങ്ങളിൽ നമ്മുടെ ഭക്ഷണത്തിലുള്ള വർധനവിന് വേണ്ടിയിട്ട്, ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട്, അക്രമികളുടെ ദൃഷ്ടിയിൽ നിന്ന് മറയാൻ വേണ്ടിയിട്ട്, തടവുകാരുടെ മോചനത്തിന് വേണ്ടിയിട്ടൊക്കെ ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശരീരവും വസ്ത്രവും എല്ലാം നല്ലതുപോലെ ശുദ്ധീകരിച്ച്, നമ്മൾ നിൽക്കുന്ന സ്ഥലവും നല്ലതുപോലെ ശുദ്ധീകരിച്ച് വൃത്തിയാക്കി 16,641 പ്രാവശ്യം യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് ചൊല്ലുക. എന്നിട്ട് എന്തുദ്ദേശത്തോടു കൂടെയാണോ 16,641 തവണ ചൊല്ലിയത്, അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞൊരു ആയത്തിന്റെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയൂല, അല്ലാഹു ലത്തീഫുൻ ബിഇബാദി യർസുഖു മൻ യശാഉ ബിഗൈരി യർസുഖു മൻ യശാ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലാഹു ലത്തീഫുൻ ബിഇബാദി വഹുവൽ ഖവിയ്യുൽ അസീസ്. അത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീരാൻ അത് കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ വലിയ സൂഫി ചക്രവാളങ്ങളിൽ വിരാജിക്കുന്ന വലിയ വലിയ മഹാന്മാരൊക്കെ
യാ ലത്തീഫ് യാ അല്ലാഹ് എന്നുള്ള ഇസ്മ ചൊല്ലാൻ വേണ്ടി പലർക്കും കൊടുക്കാറുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങളില്, അതേപോലെ തന്നെ വിട പറഞ്ഞു പോയ വലിയ വലിയ പണ്ഡിതന്മാരില്, സൂഫിവര്യന്മാരില്, അവരൊക്കെ എനിക്ക് എന്തെങ്കിലും ചൊല്ലാൻ വേണ്ടി ഉസ്താദ് പറഞ്ഞു തരണം, ഗുരു അങ്ങ് പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഷെയ്ഖുമാരോട് ചോദിക്കുമ്പോൾ ആ ഷെയ്ഖുമാർ അവരുടെ ശിഷ്യന്മാർക്ക്, അവരുടെ മുരീദുമാർക്ക് ചൊല്ലാൻ വേണ്ടി കൊടുക്കുന്ന വളരെ പവിത്രമേറിയ ഇസ്മാണ് യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ. അപ്പൊ ആ ഇസ്മ നല്ല നിയ്യത്തുകളോടുകൂടി യാ ലത്തീഫിന്റെ അമൽ ആ ഇസ്മ ചൊല്ലിയാൽ നല്ല ഫലം അത് കാരണമായിട്ട് ലഭിക്കുമെന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം. അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടുക എന്ന് പറഞ്ഞാൽ, ഇപ്പോ ലത്തീഫ് എന്ന് പറയുന്ന ഈ ഒരു ഇസ്മിന്റെ അദദ് എന്ന് പറയുന്നത് 129 ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മിന്റെ അദദ്. അപ്പോ ലത്തീഫ് എന്ന ഇസ്മിന്റെ റിയാള എങ്ങനെ പൂർത്തിയാക്കി വീട്ടുക? 129 തവണ ലത്തീഫ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ആ ഇസ്മിന്റെ റിയാള പൂർത്തിയായി വീടി. ഇനി അടുത്ത ഇസ്മ ഇപ്പൊ അള്ളാഹ് എന്നുള്ളത് 66 ആണ് നമുക്കറിയാം. അപ്പൊ അള്ളാഹ് എന്നുള്ളത് 66 തവണ ചൊല്ലുക. ഇങ്ങനെ ഓരോ 99 ഇസ്മുകളുടെയും അദദുകൾ എത്രയാണെന്ന് മനസ്സിലാക്കുക. അതെത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത്രയും തവണ ആ ഇസ്മുകൾ ഒരു തവണ പറയുക എന്നുള്ളതാണ്. വളരെ ആത്മാർത്ഥമായിട്ട് ഭൗതിക ചിന്തകളില്ലാതെ അള്ളാഹുവിനെ വിളിക്കുകയാണെന്ന ബോധ്യത്തോടുകൂടെ. അപ്പോൾ നമ്മൾ ഈ ഇസ്മുകളോട് വീട്ടേണ്ട ആ ബാധ്യതകൾ വീട്ടി എന്ന് പറഞ്ഞാൽ, വീട്ടി എന്ന് പറഞ്ഞാല് റിയാളകളൊക്കെ പറഞ്ഞാൽ വലിയ റിയാളകളാണ്. റിയാളുകൾ എന്നൊക്കെ പറഞ്ഞാല് പല മഹാന്മാരും പറയാറുണ്ട്, അവര് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന്റെ റിയാള് വീടിയാളാണെന്ന് അങ്ങനെ പറയാറുണ്ട്. അതിന് ബിസ്മിയുടെ റിയാള് വീട് എന്ന് പറഞ്ഞാല് അത് അത്രയും കഠിനമായ ഒരു വിഷയമാണ്. അപ്പൊ അങ്ങനെ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അത്രയും കഠിനമായ തപസ്സിലൂടെ നേടിയെടുത്തതാണ്. അപ്പൊ നമ്മളിവിടെ പറയുന്ന ഏത് സാധാരണക്കാർക്കും വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വളരെ ലളിതമായ റിയാദ്, ഇതിനേക്കാളും ലളിതമായൊരു റിയാദ് ഇതിനില്ല. അസ്മാഉൽ ഹുസ്നയുടെ റിയാദകൾ ഓരോരുത്തരും പൂർത്തിയാക്കി വീട്ടുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും വിജനമായ പ്രദേശങ്ങളിൽ പോയി, മനുഷ്യവാസമില്ലാത്ത ഇടങ്ങളിൽ പോയി, മനുഷ്യരും ഇത്തരം ഇടപെടലുകളിൽ നിന്നൊക്കെ മാറി നിന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം മനസ്സിൽ കരുതിയിട്ട് കഠിനമായ സബര്യകളിലൂടെ നേടിയെടുത്ത, നോമ്പെടുത്ത് നേടിയെടുത്ത, വലിയ ത്യാഗം ചെയ്ത് നേടിയെടുത്ത റിയാദകളാണ്. മാസങ്ങളോളം അതിനുവേണ്ടി ഇരുന്നവരുണ്ട്, എത്രയോ മാസങ്ങളോളം വർഷങ്ങളോളം ഇരുന്നവരുണ്ട്. അങ്ങനെയുള്ള റിയാദകളൊന്നും നേടിയെടുക്കാൻ സാധാരണക്കാരായ ആളുകൾക്ക് സാധിക്കൂല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് ഈ ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു രൂപമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. വിഷമങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ യാ ലത്തീഫ് എന്ന് പറയുന്ന ഈ ഇസ്മ വിളിച്ച് നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാവുന്നതാണ്. പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടത് റിയാള എന്താണ്, റിയാള വീട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് കൃത്യമായി 2-3 വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്ന 99 തവണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതിന്റെ താഴെ നോക്കിയാൽ കാണാൻ സാധിക്കും. സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ അതിൽ കൃത്യമായിട്ട് എന്താണ് അസ്മാഉൽ ഹുസ്നയുടെ റിയാള എന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് വീട്ടേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്, വീട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദാബുകൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അസ്മാഉൽ ഹുസ്നയുടെ അദദുകൾ കണ്ടെത്തല് മറ്റുള്ളവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളുടെയും അദദുകൾ എത്രയാണെന്ന് കൃത്യമായി വിവരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ 2 വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ അസ്മാഉൽ ഹുസ്നയുടെ അദദുകൾ നമുക്ക് കിട്ടും, അതെങ്ങനെ പൂർത്തിയാക്കി വീട്ടാം എന്നുള്ളതും കിട്ടും. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടിയ ഒരാള് യാ ലത്തീഫ് എന്ന് പറയുന്ന ആ ഇസ്മ ഉച്ചരിക്കുമ്പോഴും വിളിക്കുമ്പോഴും പൂർത്തിയാക്കാത്ത ഒരാൾ വിളിക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരത് വിളിക്കുമ്പോൾ അതിന് കൂടുതൽ ഫലമുണ്ടാകും എന്നുള്ളതാണ്. ഏതൊരു വിഷയത്തിന് വേണ്ടിയാണോ ചെയ്യുന്നത് അതിൽ നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ്. ഇതിന്റെ ലത്തീഫ് എന്ന് പറയുമ്പോൾ അതിന്റെ ലാം, അറബിയിലെ അക്ഷരങ്ങൾക്ക് ഓരോ മൂല്യങ്ങളുണ്ട്. അലിഫ്, അബ്ജദ്, ഹവ്വസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഓർഡറിൽ അത് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതില് അലിഫ് എന്ന് പറഞ്ഞാൽ അത് 1,
ബാ എന്ന് പറഞ്ഞാൽ അത് ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ അക്ഷരങ്ങൾക്കും ഓരോ സംഖ്യകളുണ്ട്. ആ സംഖ്യകൾ നോക്കിയിട്ടാണ് ഇതിൻ്റെ നമ്മൾ അക്ഷരം മൂല്യങ്ങൾ, ഇതിൻ്റെ അദദുകൾ കണ്ടെത്താറുള്ളത്. ഇപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 786 ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അതിങ്ങനെ ഈ അക്ഷരങ്ങളുടെ മൂല്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് 129 എന്ന് പറഞ്ഞാൽ ലാം എന്ന അക്ഷരം, ലത്തീഫ് എന്ന് പറയുമ്പോൾ ആദ്യം ലാമാണ്. ലാം 30 ആണ്, ത്വാ അത് 9 ആണ്, യാ അത് 10 ആണ്. അങ്ങനെ വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഫാ ലത്തീഫ്, ഫാ 80 ആണ്. അങ്ങനെ ടോട്ടൽ 129 ആണ് ലത്തീഫ് എന്നുള്ളതിൻ്റെ അദദ്. അപ്പോൾ ഈ 129 ഈ അദദുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഇന്നുവരെ അത് വീഡിയോസിൽ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഈ അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട്, ഇതിൻ്റെ അദദുകളുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ മലക്കുകളെക്കുറിച്ചും ആ മലക്കുകൾക്ക് കീഴിലുള്ള ആളുകളെക്കുറിച്ചും അവർ നമ്മെ ഖിദ്മത്ത് ചെയ്യുന്നതിനെക്കുറിച്ചും, ഇത് ചൊല്ലുന്നവർക്ക്, ഇതിൻ്റെ റിയാദ വീട്ടിയവർക്ക്, ഇതിനു വേണ്ടിയിട്ടുള്ള അമലൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഉള്ള വലിയ ഫലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഇതുവരെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഇത് ലളിതമായ രൂപത്തിൽ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതൊക്കെ സങ്കീർണമായ ചില വിഷയങ്ങളായതുകൊണ്ടാണ് ഇപ്പം നമ്മൾ അതിലേക്ക് ഇറങ്ങാത്തത്. അതുകൊണ്ട് തന്നെ ഈ നാമം കൃത്യമായി ഉരുവിടുന്നവനിലേക്ക് ഇതിൻ്റെ ഹാദ്യമായ ആളുകൾ ഇറങ്ങി വന്ന് അവൻ്റെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ റിയാദ പൂർത്തിയാക്കി വീട്ടാൻ പറ്റുന്നവർ റിയാദ പൂർത്തിയാക്കി വീട്ടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.